കഴിഞ്ഞ 2 ദിവസമായി ദില്ലിയിൽ ബി.ജെ.പിയിൽ തിരക്കിട്ട കൂടിയാലോചനകൾ നടക്കുന്നു. ജനുവരി 15-ന് മുൻപ് തന്നെ പുതിയ ദേശീയ അധ്യക്ഷൻ ഉണ്ടാകുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഒപ്പം തന്നെ ജനുവരി 5-ന് മുൻപ് തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ അധ്യക്ഷന്മാർ മാറിയേക്കും. 4 സംസ്ഥാനങ്ങളിൽ ഒഴികെ ഈ 4 സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ്, അതായത് ബി.ജെ.പിക്കുള്ളിലെ തെരഞ്ഞെടുപ്പ് നടപടികൾ പുരോഗമിക്കുകയാണ്. ആ 4 സംസ്ഥാനങ്ങളിൽ ഒഴികെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ സമഗ്രമായ പൊളിച്ചെഴുത്ത് അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ക്രിസ്തീയ വിഭാഗങ്ങളുമായി ബി.ജെ.പി അടുത്ത കാലത്ത് വളരെയധികം മുൻപോട്ട് പോയിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ ഒരു വിഭാഗത്തിന് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു മാറ്റമായിരിക്കും സംസ്ഥാന തലത്തിൽ ഉണ്ടാകുക. നിലവിൽ ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ മുഖമായി നിൽക്കുന്നത് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനാണ്. അദ്ദേഹം ബി.ജെ.പിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയാണ്. ഒരാൾക്ക് 2 പദവി വഹിക്കാൻ സാങ്കേതികപരമായി ബി.ജെ.പിയിൽ കഴിയില്ല. ജെ.പി. നദ്ദയും അങ്ങനെയാണ്. അദ്ദേഹം ദേശീയ അധ്യക്ഷനാണ്, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി കൂടിയാണ്. ഇവർ ഈ ഒരു പാർട്ടിയുടെ സ്ഥാനം മാറുകയും മന്ത്രി സഭയിലേക്ക് അല്ലെങ്കിൽ മന്ത്രി എന്ന പദവിയിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക, ആ രീതിയിലേക്ക് മാറുകയും ചെയ്യും. ആ ഒരു ഒഴിവിലേക്ക് ഒരുപക്ഷെ ക്രിസ്തീയ മുഖം കടന്നു വരാനുള്ള സാധ്യതകൾ കേരളത്തിൽ ഏറെയാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്. കാരണം ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഷോൺ ജോർജിൻ്റെ മറ്റുമൊക്കെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ട്. അതിനകത്തൊരു സ്ഥിരീകരണം നമുക്ക് ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ അത്തരത്തിലുള്ള പേരുകളൊക്കെ അന്തരീക്ഷത്തിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഒപ്പം തന്നെ ബി.ജെ.പിയിൽ സമഗ്രമായൊരു മാറ്റം, അതായത് വിവിധ സംസ്ഥാനങ്ങളിലടക്കം കേരളത്തിലടക്കം സമഗ്രമായ ഒരു മാറ്റം. നിലവിലത്തെ ഒരു സ്ട്രക്ചർ കേരളത്തിലടക്കം മാറുന്നു. കാരണം 10 ലക്ഷം പേർക്ക് ഒരു പ്രസിഡന്റ് എന്ന നിലയിലേക്ക് മണ്ഡല പുനർക്രമീകരണം നടത്തിക്കൊണ്ട് ജില്ലാ പ്രസിഡന്റുമാരുടെ എണ്ണം വർദ്ധിപ്പിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ചെയ്യുന്നത്. വിവിധ സംസ്ഥാനങ്ങളിൽ ഇത് മുൻപ് ബി.ജെ.പി പരീക്ഷിച്ചിരുന്നതാണ്. ആ പരീക്ഷിച്ച് വിജയം കണ്ടതാണ്. മധ്യപ്രദേശിലടക്കം മുൻപ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇങ്ങനെ ഈ ജില്ലകളിൽ തന്നെ 2 അധ്യക്ഷന്മാരെയും മണ്ഡലങ്ങളിൽ, വലിയ മണ്ഡലങ്ങളിലൊക്കെ 2 അധ്യക്ഷന്മാരെയും ഒക്കെ നിയമിച്ചുകൊണ്ട് അങ്ങനെ ഒരു പരീക്ഷണം മുൻപ് നടത്തി നോക്കിയിട്ടുള്ളതാണ്. ഇപ്പോൾ ആ രീതിയിലേക്ക് തന്നെ മുൻപോട്ട് പോവുക. കാരണം 2026 കൂടി തന്നെ രാജ്യത്തെ ലോക്സഭാ മണ്ഡലങ്ങൾ പുനർക്രമീകരണം വരും. അപ്പോൾ ഈ നിലവിലുള്ള 554 സീറ്റ് എന്നുള്ളത് 834 സീറ്റിലേക്ക് ഉയരും. അതിന് മുൻപ് തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് 10 ലക്ഷം പേർക്ക് ഒരു MP എന്ന നിലയിലേക്കായിരിക്കും ഈ ഭാവിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റ് മണ്ഡലങ്ങൾ പുനർക്രമീകരിക്കുക. ആ രീതിയിലേക്ക് ആകും ബി.ജെ.പി അവരുടെ അധ്യക്ഷന്മാരെ ഇപ്പോഴേ നിയമിച്ചു തുടങ്ങുന്നത്. അതായത് കേരളത്തിലടക്കം 10 ലക്ഷം പേർക്ക് ഒരു ജില്ലാ അധ്യക്ഷൻ. കാരണം ഇപ്പോൾ നമുക്കറിയാം ഒരു പാർലമെൻറ്റ് മണ്ഡലം വരും ഒരു ജില്ലയിൽ. ഒപ്പം തന്നെ അതിൻ്റെ വലിപ്പം കൂടുതലാണ്. ഏതാണ്ട് ഒരു ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണ് 16-17 ലക്ഷത്തോളം ജനം വരുന്നതാണ്. അവിടെയാണ് ഒരു ജില്ലാ പ്രസിഡന്റ് എല്ലായിടത്തും ഓടിയെത്തുക, കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അത് പരിഹരിക്കാൻ കൂടിയിട്ടുള്ള നീക്കം ബി.ജെ.പിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഏതായാലും വരും ദിവസങ്ങളിലൊക്കെ നിർണായകമായ പ്രഖ്യാപനങ്ങൾ ദില്ലിയിൽ നിന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.